Hi guys, today we are going to discuss another very important topic in Transfer of Property Act, that is vested interest. വെസ്റ്റഡ് എന്ന വേർഡിന്റെ അർത്ഥം ബിസ്റ്റോഡ്, നിക്ഷിപ്തമായത്, അല്ലെങ്കിൽ കോൺഫേർഡ്, ചുമത്തപ്പെട്ടത്, ഗിവൺ, നൽകപ്പെട്ടത്, നിക്ഷിപ്തമായത്, ഇതൊക്കെയാണ് വെസ്റ്റഡ് എന്ന വേർഡിന്റെ മീനിങ്. സോ ഒരു പ്രോപ്പർട്ടിയുടെ നിക്ഷിപ്ത താല്പര്യം അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പാണ്, പ്രോപ്പർട്ടിയുടെ ടൈറ്റിലാണ്. ഇത് നമ്മൾ ഓർത്തു വെക്കണം. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ. പ്രോപ്പർട്ടിയുടെ പൊസിഷൻ എന്നത് കൈവശ അവകാശമാണ്. അതല്ല വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പാണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. When a person gets present and immediate right in a property as soon as the transaction completes, then it is called a vested interest. എപ്പോഴാണോ ഒരു ട്രാൻസാക്ഷനിൽ ഒരു പേഴ്സണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ പ്രസന്റ് ആയിട്ടുമുള്ള റൈറ്റ് ലഭിക്കുന്നത്, ആ ഇൻട്രസ്റ്റിനെയാണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആണ്. സോ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതും ട്രാൻസ്ഫറിക്ക് പ്രോപ്പർട്ടിയുടെ മേൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റൈറ്റ് വരുന്നു, പ്രസന്റ് റൈറ്റ് ലഭിക്കുന്നു. അദ്ദേഹത്തിന് ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടൈറ്റിലിന് വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അത്തരത്തിലുള്ള ഇൻട്രസ്റ്റിനെയാണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 19 ആണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റിനെ കുറിച്ച് ഡീൽ ചെയ്തിരിക്കുന്നത്. ഒരു ഡെഫിനിഷൻ എന്നതിനേക്കാൾ ഉപരി 3 സർക്കംസ്റ്റാൻസസ് ആണ് സെക്ഷൻ 19 പറഞ്ഞിരിക്കുന്നത്. ഈ 3 സർക്കംസ്റ്റാൻസസിലും ട്രാൻസ്ഫറിക്ക് ഉള്ളത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അതാണ് സെക്ഷൻ 19 പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 19, if on a transfer of property an interest therein is created in favor of a person without specifying the time when it is to take effect or specifying that it is to take effect forthwith or on the happening of an event which must certainly happen, such interest is vested. സെക്ഷൻ 19 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒരു പേഴ്സണിന്റെ ഫേവറിൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 3 സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ 3 സർക്കംസ്റ്റാൻസസിൽ ആണ് എന്നുണ്ടെങ്കിൽ അത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഏതൊക്കെയാണ് 3 സർക്കംസ്റ്റാൻസസ്? നമ്പർ 1, വിത്തൗട്ട് സ്പെസിഫൈങ് ദ ടൈം വെൻ ഇറ്റ് ഈസ് ടു ടേക്ക് എഫക്ട്. എപ്പത്തിൽ നിന്നാണ് ടേക്ക് എഫക്ട് ചെയ്യണം അല്ലെങ്കിൽ നടപ്പിലാക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ. നമ്പർ 2, സ്പെസിഫൈങ് ദാറ്റ് ഇറ്റ് ഈസ് ടു ടേക്ക് എഫക്ട് ഫോർത്ത് വിത്ത്. ഇനി ആ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുടെ ആ ട്രാൻസാക്ഷൻ്റെ ടേംസിൽ കൃത്യമായിട്ടും ഏത് ഡേറ്റിൽ നിന്നാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടേക്ക് എഫക്ട് ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ആൻഡ് നമ്പർ 3, on the happening of an event which must certainly happen. ആ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിലെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് certainly happen ചെയ്യുവാൻ, അതായത് തീർച്ചയായും നടക്കും എന്നുള്ള ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ 3 സന്ദർഭങ്ങളിലും ട്രാൻസ്ഫറിക്ക് ലഭിക്കുന്നത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. അതാണ് സെക്ഷൻ 19 പറഞ്ഞിരിക്കുന്നത്. ഈ 3 സിറ്റുവേഷൻസും ഇല്ലുസ്ട്രേഷനിലൂടെ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, എ ട്രാൻസ്ഫേഴ്സ് ഹിസ് പ്രോപ്പർട്ടി ടു ബി. എ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫസ്റ്റ് കണ്ടീഷൻ, നോ ഡേറ്റ് സ്പെസിഫൈഡ്. പ്രത്യേകിച്ച് ആ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുടെ ആ ട്രാൻസാക്ഷനിൽ ഒരു ഡേറ്റും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിൽ തന്നെ ആ പ്രോപ്പർട്ടിയുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ബിക്ക് ലഭിക്കുന്നു. പ്ലസ് പൊസഷന്റെ എൻജോയ്മെന്റ്, പ്രോപ്പർട്ടിയുടെ പൊസഷൻ ബിക്ക് ലഭിക്കുന്നു ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിൽ തന്നെ. ക്ലിയർ? സെക്കൻഡ് കണ്ടീഷൻ, ട്രാൻസാക്ഷന്റെ ടേംസിൽ ഡേറ്റ് സ്പെസിഫൈഡ് ആണ്. ഫോർ എക്സാമ്പിൾ, എ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നു അടുത്ത വർഷം മാർച്ച് 25 നിന്ന് ഈ ട്രാൻസ്ഫർ നടപ്പിൽ വരണമെന്ന്. ഈ കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? യെസ്, ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിൽ ബിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ലഭിച്ചു. ബട്ട് പ്രോപ്പർട്ടിയുടെ പൊസഷൻ
അടുത്ത വർഷം മാർച്ച് 25 ശേഷമേ ബിക്ക് എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. സോ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻട്രസ്റ്റ്, ബിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്, ഇമ്മീഡിയറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ബിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ എൻജോയ്മെന്റ് ഓഫ് പൊസഷൻ എന്നത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ, എ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ എഗ്രി ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് എഗ്രി ചെയ്തിരിക്കുന്നത്? ബിക്ക് ആ പ്രോപ്പർട്ടി എയുടെ ഡെത്തിന് ശേഷം ലഭിക്കും. അപ്പോൾ എ അദ്ദേഹത്തിൻ്റെ ഡെത്തിന് ശേഷം തൻ്റെ പ്രോപ്പർട്ടി ബിക്ക് പോകണം എന്ന് എഗ്രിമെൻ്റ് റെഡി ചെയ്തിരിക്കുന്നു. ഈ ട്രാൻസ്ഫറിൽ എന്താണ് നടന്നിരിക്കുന്നത്? ഇവിടെയും ബിക്ക് ലഭിച്ചിരിക്കുന്നത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ എയുടെ ഡെത്ത് എന്ന് പറയുന്നത് ഒരു സെർട്ടൈൻ ഇവൻ്റ് ആണ്. ജനിച്ചാൽ ഒരു നാൾ എല്ലാവരും മരിക്കും. സോ എക്ക് ഡെത്ത് ഉണ്ടാകും എന്നുള്ളത് സെർട്ടൈൻ ആണ്. സോ ഇവിടെ ബിക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സെർട്ടൈൻ ആയിട്ടുള്ള ഇവന്റിൽ ബേസ് ചെയ്തതുകൊണ്ട് ബിക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എന്നത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. ഈ കേസിലും പ്രോപ്പർട്ടിയുടെ പൊസഷൻ ബിക്ക് ലഭിക്കുന്നത് എയുടെ ഡെത്തിന് ശേഷം മാത്രമാണ്. ബട്ട് പ്രോപ്പർട്ടിയുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആ എഗ്രിമെന്റ് റെഡി ചെയ്ത ഡേറ്റിൽ തന്നെ ബിക്ക് ലഭിച്ചിരിക്കുന്നു. ക്ലിയർ? സെക്ഷൻ 19 ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ട്രാൻസ്ഫറിക്ക് ഫേവറായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഏത് ഡേറ്റിൽ നിന്നാണ് ഫോർത്ത് വിത്ത് ചെയ്യണം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഏത് ഡേറ്റിൽ നിന്നാണ് ഫോർത്ത് വിത്ത് ആകണം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതുമല്ല എങ്കിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന സെർട്ടൈൻ ഇവന്റിൽ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ട്രാൻസ്ഫറിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് കണ്ടീഷനിൽ ട്രാൻസ്ഫറിക്ക് പ്രോപ്പർട്ടിയുടെ പൊസഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കുന്നു. അതായത് ട്രാൻസ്ഫറിക്ക് ലഭിക്കുന്നത് വെസ്റ്റഡ് ഇൻട്രസ്റ്റും പ്രസന്റ് പൊസഷനുമാണ്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും കണ്ടീഷനിൽ ട്രാൻസ്ഫറിക്ക് ലഭിക്കുന്നത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ പൊസഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ഫ്യൂച്ചർ പൊസഷനാണ് സെക്കൻഡ് ആൻഡ് തേർഡ് കണ്ടീഷനിൽ ലഭിക്കുന്നത്. ക്ലിയർ? സോ ദ എസെൻഷ്യൽസ് ഫോർ vested interest. Number 1, there must be a transfer of property between living persons. അവിടെ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടന്നിരിക്കണം. Number 2, it creates an interest in favor of transferee. ആ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ട്രാൻസ്ഫറിക്ക് ഫേവറായിട്ട് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. Number 3, സെയിം ട്രാൻസാക്ഷനിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ഡേറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടേക്ക് എഫക്റ്റ് ആകണം എന്ന് സ്പെസിഫൈ ചെയ്യുകയോ ചെയ്യാതെയോ ഇരിക്കാം. അതുപോലെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു സെർട്ടൈൻ ഇവന്റിൽ ബേസ്ഡ് ആയിരിക്കാം. Now the important characteristics or nature of vested interest. Number 1, vested interest is a present and immediate right. നമ്മൾ പറഞ്ഞു തന്നെയാണ് vested interest എന്ന് പറയുന്നത് present right ആണ്, അതുപോലെ immediate right ആണ്. Number 2, it is the lawful ownership and title of the property. Vested interest means the lawful ownership of the property or the title of the property. Number 3, vested interest is transferable and inheritable. Very important. Vested interest എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ ആണ്, അതുപോലെ ഇൻഹെറിറ്റബിൾ ആണ്. ട്രാൻസ്ഫറിക്ക് അദ്ദേഹത്തിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹയേഴ്സിൽ ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റബിളുമാണ്. നമ്പർ 4, എൻജോയ്മെന്റ് ഓഫ് പൊസഷൻ മേ ഓർ മേ നോട്ട് ബി പോസ്റ്റ്പോൺ ടു എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ട്രാൻസാക്ഷനിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. പൊസഷന്റെ എൻജോയ്മെന്റ് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആകാം. സോ എൻജോയ്മെന്റ് ഓഫ് പൊസഷൻ മേ ഓർ മേ നോട്ട് ബി പോസ്റ്റ്പോൺ ടു എ ഫ്യൂച്ചർ ഡേറ്റ്. നമ്പർ 5, the death of the transferee before obtaining possession does not affect the vested interest. പൊസഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ട്രാൻസ്ഫറിക്ക് ഡെത്ത് സംഭവിച്ചാൽ അത് വെസ്റ്റഡ് ഇൻട്രസ്റ്റിനെ ബാധിക്കുന്നതില്ല. അങ്ങനെയൊരു കണ്ടീഷൻ, അതായത് പൊസഷൻ ലഭിക്കുന്നതിന് മുമ്പായിട്ട് ട്രാൻസ്ഫറിയുടെ ഡെത്ത് സംഭവിച്ചാൽ ആ ട്രാൻസ്ഫറിയുടെ ലീഗൽ ഹയേഴ്സിലേക്ക് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിലേക്ക് ആ ഇൻട്രസ്റ്റ് വെസ്റ്റ് ആയിടും. So, death of the transferee does not defeat the vested interest or
we can say the death of the transferee before obtaining the possession does not affect the vested interest, and such an interest was in his legal representatives or legal heirs. For example, A transfers his land to B for life and then to C. A അദ്ദേഹത്തിൻ്റെ ലാൻഡ് ഫസ്റ്റ് ബിക്ക് ലൈഫ് ടൈം ആയിട്ട് കൊടുക്കുന്നു, അതിനുശേഷം ബിയുടെ ലൈഫ് ടൈം തീർന്നതിന് ശേഷം അത് സിക്ക് ചെല്ലണം എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ബിക്ക് ലൈഫ് ഇൻട്രസ്റ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്, സിക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് സി ഹാസ് ഗോട്ട് ദ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. ഇനി ഇഫ് സി ഡൈസ് ബിഫോർ ബി, സി ബിയുടെ ലൈഫ് ടൈം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഡെത്ത് ആവുകയാണെങ്കിൽ എന്തായിരിക്കും? സിയുടെ ലീഗൽ ഹയേഴ്സിലേക്ക് ആ ഇൻട്രസ്റ്റ് ചേരും. അതായത് സിയുടെ ലീഗൽ ഹയേഴ്സിന് ആ പ്രോപ്പർട്ടി ലഭിക്കും. ഇനി സിക്ക് അദ്ദേഹത്തിൻ്റെ ഡെത്തിന് മുമ്പ് വേണമെങ്കിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. അങ്ങനെ സി അദ്ദേഹത്തിൻ്റെ ഡെത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണ് ആ പ്രോപ്പർട്ടി ലഭിക്കും. അതല്ല, അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിയുടെ ലീഗൽ ഹയേഴ്സിലേക്ക് ആ പ്രോപ്പർട്ടി ചെന്ന് ചേരും. സോ പൊസിഷൻ ലഭിക്കുന്നതിന് മുമ്പായിട്ടുള്ള ട്രാൻസ്ഫറിയുടെ ഡെത്ത് ഒരു തരത്തിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റിനെ അഫക്റ്റ് ചെയ്യില്ല. Number 6, an unborn person acquires vested interest only on his birth. നമ്മൾ പഠിച്ചു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആയിട്ടുള്ളതും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള റൈറ്റ് ആണ്. പക്ഷേ അൺബോൺ പേഴ്സന്റെ പേരിൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് ബർത്തിന്റെ സമയത്ത് മാത്രമായിരിക്കും. ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിൽ നിന്ന് അൺബോൺ പേഴ്സണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല. ദ മൊമെന്റ് ദ അൺബോൺ പേഴ്സൺ ഈസ് ബോൺ, ഹി ഗെറ്റ്സ് ദി വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ദി പ്രോപ്പർട്ടി. ട്രാൻസ്ഫർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അൺബോൺ പേഴ്സൺ സെക്ഷൻ 13 ആണ്. ക്രിയേഷൻ ഓഫ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ഫേവർ ഓഫ് ആൻ അൺബോൺ പേഴ്സൺ സെക്ഷൻ 20 ആണ്. ഓർത്തിരിക്കുക. നമുക്കൊരു കേസ് ലോ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. മഹാരാജ് ബഹദൂർ വേഴ്സസ് സിംഗ്ബൽ ചന്ദ്. ഈ കേസിൽ ഒരു ഹില്ലിൻ്റെ പ്രൊപ്പറേറ്റർ ഒരു ജെയിൻ സൊസൈറ്റിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. ആ എഗ്രിമെൻറ്റിനകത്ത് അദ്ദേഹം പറയുന്നു, എന്നെങ്കിലും ഈ ജെയിൻ സൊസൈറ്റിക്ക് ടെമ്പിളിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ആ ഹിൽ നിൽക്കുന്ന സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അന്നേക്ക് അദ്ദേഹം അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് ഏർപ്പെടുന്നു ഈ പ്രൊപ്പറേറ്റർ. അതിനുശേഷം ഇതേ പ്രൊപ്പറേറ്റർ തന്നെ ഒരു തേർഡ് പാർട്ടിക്ക് ഈ ഹിൽ നിൽക്കുന്ന സ്ഥലം അലീനേറ്റ് ചെയ്യുന്നു. ജെയിൻ സൊസൈറ്റി തേർഡ് പാർട്ടിയെ സ്യൂ ചെയ്യുന്നു. സ്യൂട്ട് ഫെയിൽ ആവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? അവിടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടന്നിട്ടില്ല, പ്ലസ് ജെയിൻ സൊസൈറ്റിയുടെ ഫേവറിൽ ഒരു തരത്തിലുള്ള പ്രസന്റ് റൈറ്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മൾ എസെൻഷ്യൽ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്, അവിടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടന്നിരിക്കണം. ട്രാൻസ്ഫറിയുടെ ഫേവറിൽ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം? ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. ഇവിടെ എന്നെങ്കിലും അവർക്ക് ഒരു ലാൻഡ് ആവശ്യമായി വന്നാൽ അന്ന് അത് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടന്നിട്ടില്ല. ജെയിൻ സൊസൈറ്റിയുടെ പേരിൽ ഒരു തരത്തിലുള്ള പ്രസന്റ് ഇൻട്രസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്യൂട്ട് ഫെയിൽ ആവുകയാണ്, എഗ്രിമെന്റ് അൺഎൻഫോഴ്സബിൾ ആവുകയാണ് ചെയ്തത്.